അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് ഉള്ള ആശങ്കകളും മറ്റ് കാര്യങ്ങളും ഒന്നും ഇതുവരെയും അതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ വിമാനം എങ്ങനെ അപകടത്തിൽപ്പെട്ടു, അതിൻ്റെ ദുരൂഹതകൾ നമുക്ക് അഴിക്കാൻ പറ്റുന്നില്ല. ബ്ലാക്ക് ബോക്സ് കിട്ടി, പക്ഷേ അതിൻ്റെ ഡീകോഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ഇന്ത്യ കടുത്ത വിമർശനത്തിന് ഇരയാകുന്നു. കാരണം അപകടം നടന്ന് ഏതാണ്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ളൊരു അച്ചടക്ക നടപടി എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ എയർ ഇന്ത്യയുടെ ഒരു ഓഫീസിൽ ഈ അപകടം നടന്ന് തൊട്ടടുത്ത ദിവസം വലിയൊരു ആഘോഷ പരിപാടി നടന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ളൊരു നാണക്കേടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഈ അപകടത്തിൽ ഏതാണ്ട് 241 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്ന. 241 പേർ, അതായത് പൈലറ്റും ജീവനക്കാരും അടക്കം 241 പേർ കൊല്ലപ്പെട്ട ഒരു അപകടമാണ്. ഒരാൾ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. ഏതാണ്ട് 34 സാധാരണക്കാർ, അതായത് ഈ വിമാനം തകർന്നു വീണ പ്രദേശത്ത് ഉണ്ടായിരുന്ന 34 പേരും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 275 പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായൊരു അപകടം നടന്ന് തൊട്ടടുത്ത ദിവസമാണ് എയർ ഇന്ത്യയുടെ ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഒരു ഓഫീസിൽ വലിയ ഒരു ആഘോഷ പരിപാടി നടന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു നാണക്കേട്, ഈ ഒരു വലിയൊരു അവമതിപ്പ് എയർ ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായി. അതായത് എയർ ഇന്ത്യയും സാറ്റ്സ് എന്ന കമ്പനിയുടെ സംയുക്ത സംരംഭമായ AI സാറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇത്തരത്തിലൊരു ആഘോഷ പരിപാടി നടന്നത്. ഈ സാറ്റ്സ് എന്നാൽ സിംഗപ്പൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് വിമാനമാർഗമുള്ള ചരക്ക് ഗതാഗതവും അതേപോലെ തന്നെ വിമാനത്തിൽ ഉള്ള ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ യാത്രക്കാർക്കടക്കമുള്ള ഭക്ഷണമൊക്കെ നൽകണമല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള കമ്പനിയാണ് ഈ സാറ്റ്സ്. അങ്ങനെ ഈ സംയുക്ത സംരംഭം, അതായത് എയർ ഇന്ത്യയും ഈ സാറ്റ്സും 50-50 അനുപാതത്തിൽ രൂപീകൃതമായ ഒരു സംരംഭമാണ് AI സാറ്റ്സ്. അപ്പോൾ അവരുടെ ഗുരുഗ്രാമിലെ ഓഫീസിലാണ് ഇത്ര വലിയൊരു ആഘോഷ പരിപാടി നടന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള 4 ഉന്നത ഉദ്യോഗസ്ഥരെ അപ്പോൾ തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ എയർ ഇന്ത്യ പുറത്തുവിടുന്നത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ജീവനക്കാർക്ക് താക്കീത് നൽകുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനം ഉണ്ടായാൽ കടുത്ത നടപടി നേരിടേണ്ടി വരും എന്നുള്ള താക്കീതും അവർക്ക് നൽകി. എയർ ഇന്ത്യ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? എയർ ഇന്ത്യ ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു വികാരത്തിനൊപ്പമാണ്, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് കുറേ കൂടി പ്രൊഫഷണലിസവും സഹാനുഭൂതിയും ഉണ്ടാകണം എന്ന തരത്തിലുള്ള കർശനമായ നിലപാട് എയർ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ അപകടത്തിന് ശേഷം എയർ ഇന്ത്യ കൈക്കൊള്ളുന്ന 2ാമത്തെ അച്ചടക്ക നടപടിയാണിത്. നേരത്തെ 3 ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള അച്ചടക്ക നടപടി ഉണ്ടായി. കാരണം അതവരുടെ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ സജ്ജമാക്കുന്നതിൽ ആ ഉദ്യോഗസ്ഥർ വരുത്തിയ ഗുരുതരമായ പിഴവിനെ തുടർന്നായിരുന്നു അന്ന് അവർക്ക് കർശനമായ നടപടി എടുത്തത്. റീജിയണൽ മാനേജർ അടക്കമുള്ളവരെ അന്ന് പദവികളിൽ നിന്ന് പുറത്താക്കുന്ന സമീപനമാണ് എടുത്തത്. അതിൻ്റെ കാരണമായി പറഞ്ഞിരുന്നത് ഈ സുരക്ഷാ കാരണം, അതായത് വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റകുറ്റപ്പണി അടക്കം അതിൻ്റെ സുരക്ഷാ പരിശോധനകളടക്കം നിർവഹിക്കേണ്ട ജീവനക്കാരെ കൃത്യമായി വിന്യസിക്കുന്നതിലും യഥാസമയത്ത് അറ്റകുറ്റപ്പണികളും സുരക്ഷാ പരിശോധനകളും നടത്തുന്നതിലും ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തൽ, അതിനെ തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയത്. എന്നാൽ ഈ അഹമ്മദാബാദ് വിമാനാപകടവുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നുള്ള തരത്തിൽ ഇപ്പോൾ സ്ഥിരീകരണമില്ല. എയർ ഇന്ത്യ വിശദീകരിക്കുന്നത് മുൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ അപകടം ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ള ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുത്തതെന്നുള്ളതാണ് എയർ ഇന്ത്യ വിശദീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, എയർ ഇന്ത്യയെക്കുറിച്ച് നേരത്തെ തന്നെ എയർ ഇന്ത്യയെക്കുറിച്ച് വ്യാപകമായ വിമർശനങ്ങളും പരാതികളും യാത്രക്കാർക്കും പൊതുസമൂഹത്തിനും ഉള്ളതാണ്. കാരണം അവരുടെ ഷെഡ്യൂളുകളിൽ കൃത്യത പാലിക്കുന്നില്ല, യാത്രക്കാർക്കുണ്ടാകുന്ന വിവിധ അസൗകര്യങ്ങൾ, യാത്രക്കാർക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെയൊക്കെ പേരിൽ തന്നെ എയർ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവും പരാതിയും നേരത്തെ തന്നെ ഉള്ളതാണ്. ആ പരാതികൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അതിൽ എയർ ഇന്ത്യ ഒരു മാപ്പ് അഭ്യർത്ഥന പോലെയാണ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു തുമ്പും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ വന്ന ഡെവലപ്മെൻറ്റ്, UN-ൻ്റെ അന്വേഷണ ഏജൻസി ഇതിൽ ഇടപെടാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും ഇന്ത്യ ആ ഒരു വാഗ്ദാനം നിരസിക്കുകയായിരുന്നു. ഇന്ത്യയുടെ തന്നെ
ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അവരുടെ അന്വേഷണം പര്യാപ്തമാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ അത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോഴും ഈ അപകടത്തിൻ്റെ കാരണം എന്തെന്ന് വിശദീകരിക്കാൻ എയർ ഇന്ത്യക്കോ നമ്മുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക, വളരെ തിരിച്ചടി നൽകുന്ന ഒരു വസ്തുതയാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിലും ലോക മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ളൊരു അമർഷവും വലിയ രീതിയിലുള്ളൊരു അവമതിപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. കാരണം ഇത്രയും വലിയൊരു വിമാനാപകടമുണ്ടായി, അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടി 24 മണിക്കൂറിനുള്ളിൽ തന്നെ അപകട കാരണം സംബന്ധിച്ചുള്ളൊരു പ്രാഥമിക നിഗമനം സ്വാഭാവികമായും എത്തേണ്ടതാണ്. എന്നാൽ നമുക്ക് അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പറയുന്ന വിമാനം പറന്നുയർന്ന സമയത്ത് എന്തോ വലിയൊരു സാങ്കേതിക പിഴവ് ആ വിമാനത്തിനുണ്ടായി. വിമാനത്തിൻ്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ നൽകിയ മെയ്ഡേ സന്ദേശം മാത്രമാണ് നമുക്കിപ്പോഴും ആധികാരികമായി പറയാനുള്ള ഒരു തെളിവ്. കാര്യം ഗുരുതരമായ എന്തോ ഒരു തകരാറ് സംഭവിച്ചു, എങ്കിൽ മാത്രമാണ് പൈലറ്റ് അത്തരത്തിലൊരു സന്ദേശം സാധാരണഗതിയിൽ ആ പ്രോട്ടോക്കോൾ അങ്ങനെയാണ്. അത്തരത്തിൽ ഗുരുതരമായ പിഴവുണ്ടെങ്കിലാണ് പൈലറ്റ് അത്തരത്തിലുള്ളൊരു സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിൽ നൽകുക. അപ്പോൾ അത്തരത്തിലൊരു നിഗമനം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. യഥാർത്ഥത്തിൽ ആ വിമാനത്തിന് എന്ത് സംഭവിച്ചു? വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറുണ്ടായോ? ഏതെങ്കിലും തരത്തിൽ പക്ഷി ഇടിക്കുന്നതടക്കം തീവ്രവാദ ആക്രമണമടക്കം ഏതെങ്കിലും ബാഹ്യശക്തിയുടെ ബാഹ്യ പ്രേരണയുടെ ഇടപെടലുണ്ടായോ? അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയെങ്കിൽ അത് ഒരു ബ്ലാക്ക് ബോക്സ് ഏതാണ്ട് തകരാറിലായ അവസ്ഥയിലാണ് കിട്ടിയത്. 625 അടി മാത്രം ഉയർന്നൊരു വിമാനത്തിൻ്റെ തീപിടിച്ച, അതായത് 2 ഭാഗങ്ങളായി ഛേദിക്കപ്പെട്ട് തീപിടിച്ച ഒരു വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ഏത് തരത്തിലാണ് ഇങ്ങനെ ഇത്ര രീതിയിൽ തകർന്നു പോയത് എന്നതിനെക്കുറിച്ചും അവ്യക്തതയുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കിട്ടി കഴിഞ്ഞ 13-നും 16-നുമായി ഇതിൻ്റെ ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കിട്ടിയെങ്കിലും ഇപ്പോഴും ഇത്രയും വിലപ്പെട്ട തെളിവ് കിട്ടി ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും നമുക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ അതിൽ നിന്നുള്ള വിശദാംശങ്ങൾ പുറത്തുവിടാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ചില കിംവദന്തികൾ പ്രചരിക്കുന്നത് ഈ പൈലറ്റിൻ്റെ സീറ്റ് ഇളകി മാറിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. ആ പൈലറ്റിന് വിമാനം ഉയർന്നു പൊങ്ങുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ അതുകൊണ്ട് പരാജയപ്പെടുകയും വിമാനം ഇടിച്ചിറങ്ങുകയുമാണ് ചെയ്തത് എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ആധികാരികത നമുക്കിപ്പോഴും ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്തു എന്നുള്ള വിവരം DGCA സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ലഭിച്ച വിവരങ്ങൾ എന്താണ് പ്രാഥമികമായ നിഗമനം എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും യാതൊരു സൂചനയും അധികൃതർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിൽ ഇത്തരത്തിൽ എയർ ഇന്ത്യ അവരുടെ ജീവനക്കാർക്കെതിരെ ഇത്തരത്തിൽ ചില നടപടികൾ സ്വീകരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ സ്വാഭാവികമായും സംശയം ഉടലെടുക്കുകയാണ്. എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്ന പിഴവാണോ ഈ അപകടത്തിലേക്ക് വഴി തെളിച്ചത്? അതുകൊണ്ടാണോ ഈ ജീവനക്കാരെ ഇരയാക്കി എയർ ഇന്ത്യ കൈ കഴുകുന്ന? സാധാരണഗതിയിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ബലിയാടുകൾ ഉണ്ടാകുക സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. അത്തരത്തിൽ ജീവനക്കാരെ ബലിയാടാക്കി എയർ ഇന്ത്യ കൈ കഴുകുകയാണോ എന്ന തരത്തിൽ ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമാനാപകടത്തിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് എത്രയും വേഗം പുറത്തെത്തിക്കണം. ജീവനക്കാർക്കെതിരെ അവർക്ക് അർഹിക്കുന്ന അച്ചടക്ക നടപടിയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഭാവിയിൽ ഇത്തരത്തിലൊരു പിഴവ് ഉണ്ടാകാതിരിക്കാൻ അത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ യഥാർത്ഥ ഉത്തരവാദികളെ ഒഴിവാക്കി അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ജീവനക്കാരെ ബലിയാടാക്കാനുള്ള നിലപാടാണ് എയർ ഇന്ത്യ സ്വീകരിക്കുന്നതെങ്കിൽ അതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നു വരേണ്ടതും ആവശ്യമാണ്.